അർഷദ്. ഇവിടെ എത്തിയതിനു ശേഷം മൈ അർഷദിന് എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഫുൾ എക്സോസ്റ്റഡ് ആയി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇന്ന് മാർക്സിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും മനസ്സിലായത് 4 മണി വരെ അത് ഓപ്പൺ ആവുള്ളൂ. ഇവിടെ ഒരു പാർക്കുണ്ട്, ഹൈറ്റ് പാർക്ക്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. നല്ല ട്രാഫിക്കാണ്. ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. ഇവിടെ പ്രത്യേകത ആദ്യമായിട്ട് പ്രൈഡ് മാർച്ച് നടന്നത് ഇവിടെയാണ്. നെൽസൺ മണ്ടേല സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത്രയും വലിയൊരു പാർക്ക് തന്നെയാണ്. ഞാൻ വന്ന സമയം സമ്മർ ആയതുകൊണ്ട് തന്നെ പച്ചപ്പൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമുണ്ട്. ബട്ട് നല്ല രസമുണ്ട് കാണാൻ. അതിന് മാത്രമുള്ള ഏരിയ ഉണ്ട്. ലൈക്ക് വലിയൊരു ക്രൗഡിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു ഏരിയ ആണ്. വേണമെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെ ആക്കാം. അത്രയൊക്കെ ഏരിയ ഉണ്ട്. സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സൂര്യനസ്തമിക്കാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ 8-9 മണിയാണ് രാത്രി. അതുകൊണ്ട് തന്നെയാണ് നല്ല വെയിലുണ്ട്. ഇവിടുത്തെ കാക്കകൾക്കൊരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാക്കയാണെന്ന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര വലുപ്പമാണ്. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്ന പോലെ സാധനം. അത് കാക്ക അല്ലെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഐ നോട്ട് ഷുവർ. ലണ്ടനിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും. കാരണം 2-3 എയർപോർട്ടുകളുണ്ട്. ഞാൻ നല്ലൊരു സ്ഥലം നോക്കിയിട്ടിരുന്ന് ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇരിക്കാനൊന്നും. പക്ഷേ നല്ല തണലുള്ളൊരു മരം നോക്കിയിട്ട് ഇരുന്ന് ഇവർ ഈ ഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും കുറേ മരങ്ങൾ വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ മരങ്ങൾ. അപ്പോൾ അതിൻ്റെ താഴെ നല്ല തണലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഈ പുല്ലൊന്നും അത്രയും ഫീൽ ചെയ്യില്ല. അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് സാധനം നല്ല രസമുണ്ട്. കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഗ്രൗണ്ടിൽ നിറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ കുറേ ഉണ്ട് ആളുകൾ. കപ്പിളായിട്ട് വരുന്നതും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതും. ഏഴ് മണിയായിട്ടുണ്ട്. രാത്രി 7 മണി. രാത്രി എന്ന് എടുത്ത് പറയണം, ബിക്കോസ് ലേറ്റായിട്ടാണ് ഈ സൂര്യൻ പോകുന്നത്. അപ്പോൾ 7 മണിക്ക് ഒരു തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെയിലുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ മോസ്റ്റ്ലി ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലെന്ന് തോന്നാറുണ്ട് എനിക്ക്. ചുറ്റും കുറേ ചെയറുകൾ ഇട്ടിട്ടുണ്ട്. സൈക്കിളാണ് ഇവിടെ റെൻ്റ് ചെയ്യാൻ പറ്റും. സൈക്കിള് ഒരു QR കോഡ് വെച്ചിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് മൊത്തത്തിൽ ചുറ്റി കാണാൻ പറ്റും. ഞാൻ അധികം ലേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഇറങ്ങി. സമയം പോകുന്ന അറിയില്ല. ഇതൊരു കപ്പിള് അല്ലെങ്കിൽ സിംഗിളായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താണെന്ന് വെച്ചല്ലേ, ഒറ്റയ്ക്ക് വരണ്ട, ആരെങ്കിലും കൂട്ടിയിട്ട് പോവാം. ബൈ.